മൂലോട്ടത്തുനിന്ന് കോട്ടമലക്ക് റോഡുണ്ട്. ആ റോഡ് പണി എന്ന് തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. പണി തീർന്നാൽ പണി തീരുമ്പോ ഒരു സമയമാവും. അതെ അതെ, നമ്മളൊക്കെ വയസ്സന്മാരായി കഴിയുമ്പോൾ ചിലപ്പോൾ പണി തീരുമായിരിക്കും. ഈ കാണുന്ന വഴി കൂവേലറ്റത്ത് നിന്ന് വരുന്ന വഴിയാണ്. ഇതിലൂടെയാണ് ജയമാത ബസ്സൊക്കെ വരുന്നത്. നേരത്തെ ഇത് സോളിംഗ് ഒക്കെ ആയിരുന്നു, ഇപ്പം നല്ല രീതിയിൽ ടാർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂവേലറ്റത്തിൻ്റെ ഒരു ബോർഡൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് 3-ാം നമ്പർ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെയാണ് ബസ് അവസാനിക്കുന്നത്, ബസ് റൂട്ട് അവസാനിക്കുന്നത്. ഈ താഴോട്ടുള്ള വഴിയാണ് നമ്മുടെ മൂലമറ്റം കോട്ടമല റോഡ്. ഇതാണ് ഇവിടുത്തെ മാരിയമ്മൻ കോവിൽ. ഹായ്, ടിജോയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഏലപ്പാറ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ടമല എന്ന ഗ്രാമത്തിലേക്കാണ്. നമ്മൾ വാഗമണ്ണിൽ നിന്നാണ് അങ്ങോട്ട് തിരിഞ്ഞു പോകുന്നത് കേട്ടോ. വാഗമൺ ടൗണിൽ ചെന്നിട്ട് അവിടുന്ന് വസിഷ്ഠാശ്രമമൊക്കെ കൂടിയാണ് നമ്മൾ കോട്ടമലയ്ക്ക് പോകുന്നത്. കോട്ടമലയിൽ നമ്മൾ മൂലോറ്റം കോട്ടമല റോഡിലൂടെ ഉൾപ്പുണി വന്നിട്ടാണ് നമ്മൾ മൂലോട്ടത്തിന് തിരിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ ആ പോകുന്ന വഴിയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലൈവ് വ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വാഗമണ്ണിൽ നിന്ന് കയറി ഒന്ന് കോട്ടമലയ്ക്കുള്ള വഴിയിൽ നമുക്ക് അരുന്ധതി വസിഷ്ഠ ക്ഷേത്ര സമുച്ചയം കാണാവേ. സ്റ്റെപ്പ് കയറി മേളിൽ ചെല്ലുമ്പോഴാണ് ഈ ക്ഷേത്രമൊക്കെ നമുക്ക് കാണാവുന്നത്. അപ്പോൾ നമുക്ക് പോകേണ്ട വഴി എന്ന് പറഞ്ഞത് ഈ കാണുന്ന കേട്ടോ, കോട്ടമല. അവിടെയും കോട്ടമലയ്ക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന വഴി കട്ടപ്പനയ്ക്കുള്ള വഴി. അപ്പോൾ നമുക്ക് പോകേണ്ട വഴി ഇതാണ്. ഇവിടെ ഒരു വ്യത്യസ്തമായ രീതിയിലൊരു കാത്തിരിപ്പ് തന്നിട്ടുണ്ട്, ബസ് കാത്തിരിപ്പ് തന്നിട്ട്. അപ്പോൾ നമ്മളത് ഈ വഴിക്ക് കോട്ടമല പോവുകയാണ്. ബ്രോ ഈ വഴിക്ക് പോയിട്ടുണ്ടോ കോട്ടമലയ്ക്ക്? ഞാനും അതെ, ആദ്യമായിട്ടാണ്. ഞാൻ മറ്റേ നമ്മളെ ഉൾപ്പൂടി നിന്നൊക്കെ കയറി വരുന്ന വഴിക്ക് വന്നിട്ടുണ്ടെങ്കിലും ഈ വഴിക്ക് ആദ്യമായിട്ടോ. ഈ വഴിക്ക് ബസ് സർവീസ് ഉണ്ടോ? ജയമാത ബസ് സർവീസ് ഉണ്ട്, പക്ഷെ അത് ഏത് വഴിക്കാ കയറി വരുന്നതെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ കോട്ടമലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജയമാത കട്ടപ്പന നെടുങ്കണ്ടം. 30 വർഷത്തോളമായിട്ട് ഈ വഴിക്ക് സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരുടെ ഒരു വണ്ടിയാണ്. കാരണം ഈ നാട്ടുകാരുടെ ഒരു ഗതാഗത മാർഗം എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി. ഈ ഒരു സമയത്തൊക്കെ റോഡ് വളരെ മോശമായിരുന്നല്ലോ. അപ്പോൾ ഈ വഴി ഒരു ടാർ ചെയ്തെന്നൊക്കെ അറിഞ്ഞായിരുന്നു. അത് ഏത് വഴി എവിടെ നിന്നിട്ടാന്ന് നമുക്കറിയില്ല. ഇവിടെ എല്ലാം റോഡ് മോശമായിട്ട് കിടക്കും. ഇതുണ്ടോ, ഈ വഴിയെല്ലാം വളരെ മോശം. നമ്മുടെ മൂലോട്ടത്തുനിന്ന് കോട്ടമലയ്ക്ക് റോഡുണ്ട്. ആ റോഡ് പണി എന്ന് തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. പണി തീർന്നാൽ പണി തീരുമ്പോ ഒരു സമയമാവും. അതെ അതെ, നമ്മളൊക്കെ വയസ്സന്മാരായി കഴിയുമ്പോൾ ചിലപ്പോൾ പണി തീരുമായിരിക്കും. ആ വഴിക്ക് യാത്ര ചെയ്യുന്നവർക്കറിയാം, ചെറിയൊരു വഴിയാണ്. ഇത്ര പോലും വീതിയില്ല ആ വഴിക്ക്. നമ്മുടെ ഉളുപ്പുണി എന്നുള്ള വഴിക്ക് ഇത്ര പോലും വീതിയില്ല. താങ്കോ ചെല്ലുന്തോറും നമുക്കത് നേരെ ഉൾപ്പുണിയിലോട്ടല്ലേ ഇറങ്ങണേ. അത് നേരെ ഉൾപ്പുണിയിലോട്ട് തന്നെ ഇറങ്ങുന്നത്. ഉൾപ്പുണിയിൽ നിന്നാണ് നമ്മൾ കവന്ത വഴി വരുന്നത്. ഫാക്ടറിയൊക്കെ പൊളിച്ചു കളഞ്ഞായിരുന്നു. തീർന്നില്ലേ? ഇതെല്ലാം തീർന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമാണ്. കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ ആൾക്കാർക്ക് കുറേശ്ശായിട്ട് പതിച്ചു കൊടുക്കും. അവർ ഈ കൊളുന്ത് തുള്ളിയിട്ട് അവരെടുത്തോണ്ട് പോകും. അങ്ങനെ തന്നെ രീതിയിൽ ഇപ്പൊ നടക്കുന്നത് ഇവിടെ. നമ്മൾ ഇരുമ്പ് കോട്ടമലയ്ക്ക് വന്നായിരുന്നു പ്രാവശ്യം, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. നമ്മളത് ഉളുപ്പൂണിൽ നിന്ന് കയറി വന്നായിരുന്നു. കാരണം ഓരോരുത്തർക്കും ഇത്ര ഏക്കർ സെന്റ് കണക്കിന് ഇങ്ങനെ കൊടുക്കും. അവര് അത് കൊളുന്ത് നുള്ളി എടുക്കും. ട്രിപ്പ് ജീപ്പുകളാണ് ഇവിടുത്തെ ഹരം. ഓഫ് റോഡ് സവാരി ഏറ്റവും കൂടുതലുള്ള. പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിനേക്കാളും ഓഫ് റോഡ് സവാരി ഇവിടെയാണ്. ഒരുപാടുണ്ട്. 2500ഓളം ജീപ്പുകളുണ്ടെന്ന് അറിയാം. 2500 ജീപ്പുകൾ ഇവിടെയോ? അടിപൊളി. വാഗമൺ ഏരിയയിൽ തന്നെ ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് മിക്ക ആൾക്കാർക്ക് ഇവിടെ ഈ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ കൊടുക്കുന്നത്. ഇവിടെ ഓട്ടോറിക്ഷക്കാരും കൂടുതൽ അല്ലേ? ജീപ്പുകളാ. ഫോറസ്റ്റ് ഏരിയ പോലെ. അതെ അതെ, കാട് പിടിച്ചൊരു അന്തരീക്ഷം അല്ലേ. പണ്ടൊക്കെ ഭയങ്കര സജീവമായിട്ടുള്ള സ്ഥലമല്ലായിരുന്നു. ഇപ്പൊ സജീവമായിട്ടല്ലേ. ഇവിടെ ഒത്തിരി ആൾക്കാർ ഇവിടുന്ന് പോയി. പക്ഷെ അത് താമസിക്കുന്നവരുണ്ട്. പൂർണ്ണമായിട്ടും ആൾക്കാരില്ലാത്ത അവസ്ഥയല്ല, എന്നാലും ആൾക്കാരുണ്ട് ഇവിടെ. പണ്ട് ഈ കോട്ടമലയെ കേന്ദ്രീകരിച്ച് ആകാശവാണിയിൽ ഒരു നാടകം ഉണ്ടായിരുന്നു. അതെയോ? കോട്ടമലയിലെ രാഷ്ട്രീയ അഭയം തേടി ഒളിവിൽ താമസിക്കുന്ന ഒരു യുവാവിന്റെ കഥ വെച്ച് ആകാശവാണിയിൽ. തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള, തൊഴിലാളി രാഷ്ട്രീയം ഏറ്റവും കത്തി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. തേയിലേക്ക് വളർന്ന് പന്തലിച്ചിരിക്കുന്ന കാഴ്ച കൂടുതലാണ്.
എന്നിട്ട് ഇവിടെ എല്ലാം തേയിലക്കാടുകളായിരുന്നു. പക്ഷെ ഇപ്പോ ഇതെല്ലാം മരങ്ങളൊക്കെ കയറി കാട് പിടിച്ച് അല്ലെ, ഇതെല്ലാം തേയില വളർന്നു നിൽക്കുന്ന കാഴ്ചയായി കാണുന്നു. ഉപേക്ഷിച്ച് പോയ തോട്ടമാണ് അതൊക്കെ ഉപേക്ഷിച്ച്. ഇവിടെ 1-ാം നമ്പർ 2-ാം നമ്പർ 3-ാം നമ്പർ അങ്ങനെ ആ രീതിയിലാണ് ഇവിടുത്തെ എസ്റ്റേറ്റിന്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. MMJ പ്ലാന്റേഷൻ. നമ്മുടെ മണർകാട് പാപ്പനല്ലേ, അവരുടെയാ. ഇവിടെ ഒരു കെട്ടിടം കാണാം. ഇത് നമ്മുടെ തോട്ടം തൊഴിലാളികളെ കൊളുന്ന് ഉള്ളിക്കൊണ്ട് വന്നിട്ട് ഇവിടെ വെച്ചാണ് ഇവിടെ തൂക്കിയിട്ടാണ് അവര് ഫാക്ടറിയിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിനുള്ളൊരു ഷെഡാണ് ഇത് കേട്ടോ. ഓഫ് റോഡ് സവാരികളുടെ താഴ്വര. അതെ, അവിടെ കൊണ്ട് ഓഫ് റോഡ് കാണാം. ഓഫ് റോഡ് മലയുടെ മുകളിലായിട്ട് വഴിവെട്ടി കയറി. അവിടെ ഒരു ലയം ഉണ്ടെന്ന് തോന്നുന്നല്ലേ, കാണുന്നത് ഒരു ലയമുണ്ട്. ഒരുപാട് പശുക്കളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അല്ലെ. കന്നുകാലി കൃഷി ഇവരുടെ ഒരു മെയിൻ സംഭവം അല്ലേ. ഇവിടെ ഇഷ്ടം പോലെ പുൽമേടുള്ളതുകൊണ്ടേ നിങ്ങളെ ചുമ്മാ കയറ്റി വിടാം, എങ്ങും പോകുമൊന്നുമില്ല. ഇഷ്ടം പോലെ പുൽമേടല്ലേ, പശുക്കൾക്ക് രാജയോഗ. വീടുകളൊക്കെ ഉണ്ടായി. വീടാണോ ലയോ ആണോ എന്തായാലും ഒറ്റപ്പെട്ട് സ്ഥലങ്ങളിലാണ്. ഇപ്പൊ നമ്മള് കുഴിക്കൂടെ ഒക്കെ ചാടിയാണ് പോണേ. കോട്ടവല എന്ന് പറഞ്ഞാൽ ജയമാതാ ബസ് വന്ന് സർവീസ് അവസാനിപ്പിക്കുന്ന അവിടെ അല്ലേ. അതെ, അവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന ഒരു വഴിയുണ്ട്. അത് ഇന്നാണ് സോളിംഗ് ഒക്കെ ചെയ്തിട്ടായിരുന്നു. ഇതാ പോസ്റ്റ് ഓഫീസ്. ഇതാ പോസ്റ്റ് ഓഫീസ് ഏത് ഈ കാണുന്നത്. ശരിക്കും ഇവിടെയൊക്കെ താമസിക്കുന്നവരെ സമ്മതിക്കണം അല്ലേ. മുഴുവൻ കാടും മേടും പോലുള്ള സ്ഥലങ്ങള്. കാലാവസ്ഥ അടിപൊളിയല്ലേ. നല്ല തണുത്ത കാലാവസ്ഥയാണ്. ഇത് സൗകര്യങ്ങളുടെ കുറവാണ് ഏറ്റവും പ്രശ്നം. കുടിവെള്ളം ഏറ്റവും വലിയ പ്രശ്നം. ഇത് അവിടെ ഒരു വീട്. ഇത് വേറെ വഴിയാട്ടോ, നമ്മളാ ബസ് വരുന്ന വഴിയല്ലേ ഇത്. ഇതുണ്ട് ഒരു തമിഴ് ശൈലിയിലുള്ള ഒരു അമ്പലം കണ്ടോ. ആ ഭാഗത്തായിരുന്നു ഫാക്ടറിന്റെ. ബസ് വരുന്നത് വേറൊരു വഴിയാ. അത് വേറെ ഭാഗത്ത് നിന്നുണ്ടോ ബസ് വരുന്ന വഴി. ഞാൻ വന്നിട്ടുണ്ട്. ഈ വഴിയല്ല, അത് ടാർ ചെയ്തിട്ട് അതിപ്പോ ടാർ ചെയ്ത് കാണുമായിരിക്കും. ഈ അടുത്തേക്ക് ടാർ ചെയ്ത്. അത് അന്ന് ഞങ്ങള് പോരുമ്പോ അത് വഴിയൊക്കെ കുറെ സോളിങ് ഇടുന്നു. പക്ഷെ അത് അപാര വ്യൂ ഉള്ള വഴിയാട്ടോ. അതെ, ആ വഴിയാന്ന് ഓർത്തോണ്ട് പോകുന്നത്. പക്ഷെ ആ വഴിയല്ലായിരുന്നു. അത് എവിടെ നിന്ന് അങ്ങനെയാ തിരിഞ്ഞു വരുന്നത്? അത് നമ്മള് കട്ടപ്പുതറയൊന്നുമല്ലായിരിക്കും അല്ലേ. കട്ടപ്പനന്ന് വാഗമണ് വരുന്ന വഴിക്ക് വളകോടോ. വളകോടിന്ന് വരുന്ന വഴിയാ. വളകോടിന്ന് തിരിഞ്ഞു പോകും. ആ വഴിയായിരുന്നു. ആ വഴിയാ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ 2 വഴി ഉണ്ടല്ലേ. വാഗോടിന്ന് 2 വഴിയുണ്ട്. ഈ വളകോടിന്നുള്ള വഴിയുണ്ട്, ഇവിടെ നിന്നുള്ള വഴിയുണ്ട്. വളകോടിന്ന് ഒരിക്കൽ ഞാനും കുഞ്ഞായും കട്ടപ്പന പോയിട്ട് തിരിച്ചു വന്ന അതുവഴി വന്ന അന്ന് ആ വഴി കൊണ്ട് അടിപൊളി. അന്നോട് പറയുന്നത് ചേട്ടാ നമുക്ക് ഒന്നുകൂടെ വരണതിരിക്കാം. കേറി വരാൻ പറ്റിയല്ല, ഇറങ്ങി വരാം, കേറി പോകാൻ പറ്റിയല്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ ഉളുപ്പുടി CC ഒരു വഴി വരുന്നുണ്ടെന്ന്. ആ വഴി അതേ കിടന്ന വഴിയുണ്ടോ. അവിടെ നിന്ന് വരുന്ന വഴി. ഈ താഴ് കിടക്കുന്ന വഴി കൂടെ നമുക്കിനി പോകേണ്ടത്. ഞാൻ പറഞ്ഞ 3-ാം നമ്പറിലോട്ട് പോകേണ്ടത് ആ വഴിക്കാണ്. പിന്നെ അവിടെ എന്തോ ഒരു 2 കെട്ടിടങ്ങൾ കാണുന്നുണ്ടോ, ഒരു പഴയ കെട്ടിടങ്ങൾ. താഴ്ത്തിറങ്ങിപ്പോ ഇതാ 3-ാം നമ്പർ ഭാഗത്തേക്ക് വന്ന വഴി. ഈ വഴി മോശമാണ്. ഞാൻ അന്ന് വന്നപ്പോഴും മോശമായിരുന്നു. ഞാൻ 2 വർഷം മുമ്പിലൂടെ വന്നായിരുന്നു. ഇതൊക്കെ തേയിലകളുണ്ട് കേട്ടോ ഒരുപാട്. നീലാകാശവും അല്ലെ, പച്ച കളറും എല്ലാം കൂടെ വന്നപ്പോഴേക്കും നല്ലൊരു ഫ്രെയിം നമുക്ക് ഇവിടുന്ന് കിട്ടും. അവിടെയൊക്കെ വണ്ടി പോകുന്നുണ്ട് കേട്ടോ. അതിങ്ങോട്ടോ ഒരു വഴിയാ, നല്ല വഴിയാന്ന് തോന്നുന്നു. അപ്പൊ ഇത് നല്ല വഴിയാന്ന് തോന്നുന്നല്ലേ. ഇവിടെ തേയില നിന്നുള്ളവരുണ്ടെന്ന് തോന്നുന്നു. വളവ ഹെയർപിൻ ബെൻഡുകൾ. ഈ വഴി നല്ല അടിപൊളി വഴിയല്ലേ. എനിക്കൊക്കെ 1 ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലങ്ങളാണ്. ഒരുപാട് മുട്ടക്കുന്നുകളും തേയിലത്തോട്ടങ്ങളും ഒക്കെ കാണാം വരുന്ന വഴിക്ക്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും കുറവാട്ടോ. എല്ലാം എന്റെ കാട് പിടിച്ചൊരു അന്തരീക്ഷം.
പക്ഷെ ഒരു ബ്യൂട്ടി ഉണ്ട് ഈ സ്ഥലത്തിന്. ഉച്ചയ്ക്കാണേലും ഒരു തണുപ്പുണ്ട്. ആ വെയിലുണ്ടെങ്കിലും നമുക്ക് ആ വെയിൽ അയക്കുകയല്ല അല്ലെ. ഒരു അന്ത്യമില്ലാത്ത വഴി പോലെ തോന്നുന്നു അല്ലേ? അതെ അതെ, നമ്മള് ചുരുളിപ്പെട്ട ഒരു അവസ്ഥ പോലെ അല്ലേ. ഇത് തീരൂലേ? ഇവിടുന്ന് 2 വളവ് കഴിയുമ്പോ നേരെ ചെല്ലുന്ന അങ്ങോട്ടാ, 3-ാം നമ്പർ സ്ഥലത്തേക്ക്. ആ വഴി അവിടെ നിന്ന് വരുന്ന വഴി ഉണ്ടാകും. ഇതാണ് 3-ാം നമ്പർ ഭാഗം. ഇവിടെയാണ് ബസ് വരുന്നത്, ഈ വഴിക്കാണ് ബസ് വരുന്നത്. അപ്പൊ ഈ കാണുന്ന വഴി കൂവേലാറ്റത്ത് നിന്ന് വരുന്ന വഴിയാണ്. ഇതിലൂടെയാണ് ജയമാത ബസ്സൊക്കെ വരുന്നത്. നേരത്തെ ഇത് സോളിംഗ് ഒക്കെ ആയിരുന്നു, ഇപ്പൊ നല്ല രീതിയിൽ ടാർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂവേലാറ്റത്തിന്റെ ഒരു ബോർഡൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെയാണ് 3-ാം നമ്പർ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെയാണ് ബസ് അവസാനിക്കുന്നത്, ബസ് റൂട്ട് അവസാനിക്കുന്നത്. ഈ താഴോട്ടുള്ള വഴിയാണ് നമ്മുടെ മൂലമറ്റം കോട്ടമല റോഡ്. ഈ കാണുന്ന വഴിയിലൂടെ നമുക്ക് പോയാൽ ഉളുപ്പുണിയൊക്കെ പോകാൻ പറ്റുമേ. ഉളുപ്പുണി പോകാം, വാഗമണ്ണ് പോകാം. ഈ വഴിക്കും വാഗമണ്ണ് പോകാം, ഈ വഴിക്കും വാഗമണ്ണ് പോകാം. അപ്പൊ ഇതെല്ലാം ഏലപ്പാറ പഞ്ചായത്തിൽ പെടുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ഈ താഴോട്ട് കിടക്കുന്ന വഴിയാണ് നമ്മുടെ മൂലമറ്റം കോട്ടമല റോഡ്. മുഴുവൻ മൺ റോഡാണ്. ഈ വഴി കയറി വന്നാലാണ് മൂലമറ്റത്തുനിന്ന് അല്ലെങ്കിൽ തൊടുപുഴ എന്നൊക്കെ കിലോമീറ്റർ കുറച്ച് നമുക്ക് കട്ടപ്പനയിലൊക്കെ ചെല്ലാൻ പറ്റും. പക്ഷെ ഇന്നത്തെ കാലത്ത് പണി തീരുന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ ഈ കാണുന്നതാണ് ഇവിടുത്തെ മാരിയമ്മൻ കോവില്. അങ്ങോട്ട് കുറച്ച് എസ്റ്റേറ്റ് ലയങ്ങളൊക്കെ ഉണ്ടേ. ഉണ്ടോ ശ്രീ മാരിയമ്മൻ കോവിൽ. ഈ വഴി അങ്ങോട്ട് പോകണം. ഇതവിടെ ഒരു പൊളിഞ്ഞ 1-2 കെട്ടിടങ്ങൾ നമുക്ക് കാണാം. ഇതാണ് ഇവിടുത്തെ മാരിയമ്മൻ കോവിൽ. ഈ വഴിക്ക് പോയാലാണ് കുറെ എസ്റ്റേറ്റ് ലയങ്ങൾ നമുക്ക് കാണാൻ കേട്ടോ. നമ്മളിവിടെ ഒന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് എസ്റ്റേറ്റ് ലയങ്ങളെ കുറിച്ചൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇവിടെയും പൊട്ടിപ്പൊളിഞ്ഞ കുറെ കെട്ടിടങ്ങൾ കാണാവേ. അപ്പോൾ ഇത് കൊളുന്തൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള കെട്ടിടമാണല്ലേ. തൊട്ടപ്പുറത്തായിട്ട് വേറൊരു കെട്ടിടമുണ്ട്, വള്ള പിടിച്ച് കിടക്കുന്ന വേറൊരു കെട്ടിടം. അത് പണ്ട് ഈ തേയിലത്തോട്ടത്തിൽ മരുന്നടിക്കാൻ വേണ്ടി മരുന്നുകൾ സൂക്ഷിച്ചിരുന്ന ഒരു കെട്ടിടമായിരുന്നു ഇത്. അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, എല്ലാം പള്ള കയറി മൂടിക്കേക്കുക. എല്ലാം പള്ള കയറി മുടിയേക്കുവാണേ. ഇത് തൊട്ട് പുറയിലാണ് ഇവിടുത്തെ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് 3-ാം നമ്പർ ഡിവിഷനിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മളങ്ങനെ മൂലമറ്റം കോട്ടമൽ റോഡ് കൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. മുഴുവൻ ഓഫ് റോഡ് അല്ല ഇതിൽ ബ്രോ, ഓഫ് റോഡ്. താഴ്ചയും വേണ്ട കോൺക്രീറ്റ് ഉണ്ടെന്നല്ലേ ഇവിടെ ഉള്ളവർ പറഞ്ഞു നമ്മളോട്. 1 കിലോമീറ്റർ ഉള്ളൂ ഓഫ് റോഡ്. അത് കഴിഞ്ഞാൽ നേരത്തെ അതിനപ്പുറത്തായിരുന്നു ഓഫ് റോഡ്. അപ്പൊ ഈ വഴിയൊക്കെ നന്നായിട്ട് ടാർ ചെയ്ത് വരുവാണെങ്കിൽ ഇതൊക്കെ ആയാൽ ഇവിടുത്തുകാരുടെ കാര്യം രക്ഷപ്പെട്ടു. ഇവിടുത്തുകാരെ രക്ഷപ്പെട്ടു. ഇവിടുന്നുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലോട്ട് വരും. ഇവിടത്തേക്കൊക്കെ കൂടുതലായിട്ട് ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പൊ ഇവർക്ക് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ വാഗമണ്ണ് പോകാനാണ്. കാരണം വാഗമണ്ണോട്ടുള്ള വഴിയാണ് ഏറ്റവും നല്ല വഴി. ഇതുണ്ട് ഇതുമാതിരിയുള്ള വെട്ടിത്താപ്പുള്ള മണ്ണ് വഴികളാണ്. പക്ഷെ മൂലമറ്റുള്ള വഴികൾ റെഡിയാണ്ടേ? അതെ, ആശ്രമത്തുള്ള വഴി റെഡിയായാലേ കാര്യമുള്ളൂ. മുഴുവൻ കട്ട ഓഫ് റോഡാ. ഇവിടെ ഒരുപാട് ട്രിപ്പ് ജീപ്പുകൾ ഉളുപ്പുണിക്ക് പോകുന്നുണ്ട് അല്ലേ. ഇതിൽ നല്ല നല്ല സീനറി ഉള്ള വഴിയത്. ഒരു പഴയ കെട്ടിടം കാണാമല്ലോ. ഇത് ലയം വല്ലതും ആയിരിക്കും അല്ലേ? എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു തീർന്നു. ഇത് കൊറേ നന്നാക്കി കിട്ടോ. ഇത് പണ്ട് ഇതിനേക്കാളും കഷ്ടമായിരുന്നു. അതെല്ലേ. പക്ഷെ ഇത് മഴ പെയ്ത് കഴിയുമ്പോൾ തീരുമാനമാണ്. അത് ഈ മൺവഴിയുടെ പ്രശ്നം അതാ. ഇത് മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം പിന്നെ സഞ്ചാര യോഗ്യമല്ലാതെ തീരും. മഴ പെയ്താൽ എപ്പോ തീരുമാനമായി നോക്കാൻ. ഇതുണ്ടോ തേയിലേക്ക് വലിയ കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്നത്. അത് കായൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും. റബ്ബർ കാ പോലെ കാ. നാട്ടുകാർക്ക് ഈ വഴി റെഡിയാണ്, പക്ഷെ സഞ്ചാരികൾക്ക് ഈ വഴി ഇങ്ങനെ നടക്കുന്ന ഇഷ്ടം. അതെ അതെ, കാരണം ഓഫ് റോഡ് വണ്ടിക്കൊക്കെ അവർക്ക് ഭയങ്കര ക്രേസ് ആണ്, ത്രില്ലാണ്. ഇവിടേക്കും കുറെ തേയിലത്തോട്ടങ്ങൾ കാണാണ്ടോ. പക്ഷെ ഇതൊന്നും ഒരു ഉഷാറില്ലാത്ത തേയിലത്തോട്ടങ്ങളാണ്. പക്ഷെ ഇവിടെയുള്ള നാട്ടുകാർക്ക് ഇത് ഭയങ്കര കഷ്ടപ്പാടാണ്. നല്ല കാഴ്ചകളുണ്ടല്ലേ.
അടിപൊളി വ്യൂ. ഈ തേയിലത്തോട്ടത്തിന്റെ നടുവിലൂടെ ഒരു ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്. ഈ തോട് ഈ തോടിന്റെ കാഴ്ച നല്ല അടിപൊളി ഒരു കാഴ്ചയാണ്. ഉണ്ടോ, ഇവിടെ എല്ലാം തേയിലത്തോട്ടങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ മൂലമറ്റത്തു നിന്ന് കോട്ടമലക്കര റോഡ് ശരിയാകുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കാഴ്ച കണ്ടുകൊണ്ട് പോകാം. ദൂരക്കുറവിലൂടെ നമുക്ക് കട്ടപ്പനയൊക്കെ ചെല്ലുകയും ചെയ്യാം. ഇതുണ്ട്, ഇവിടെ നോക്കിയാൽ ചുണ്ടങ്ങ നിൽപ്പുണ്ടേ. നമ്മുടെ നാട്ടിൽ അന്യം നിന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ ചുണ്ടങ്ങ കേട്ടോ. ഒരുപാട് ചുണ്ടങ്ങകളുണ്ട് ഇതിനകത്ത്. നമ്മുടെ ഒരു വഴുതനങ്ങയുടെ ഒക്കെ ഒരു വകഭേദം. ഇവിടെ തൊട്ട് കോൺക്രീറ്റ് തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇവിടുന്ന് ഇനി അങ്ങോട്ട് വഴി സെറ്റാ. ഇപ്പൊ കുറച്ച് ഭാഗം കൂടെ ശരിയാക്കാനുള്ളൂ അല്ലേ ഈ വഴിക്കുള്ള അല്ലേ? കുറച്ചുകൂടെ വെച്ചാൽ ഓക്കെ. ചെറിയ വഴിയാ, വലിയ വണ്ടിക്കൊന്നും വരത്തില്ല. കാറ്, ബൈക്ക് അല്ലേ, പിക്കപ്പ് അങ്ങനെ തുടങ്ങിയ 407 വരാൻ അറിയത്തില്ല. 407 വീതിയാവും. കാർ ചെയ്യുമ്പോഴേ ഇത്തിരിയോടെ വീതിയാവും. അങ്ങോട്ടല്ലേ? അപ്പൊ നമ്മൾ ഉളുപ്പുണിക്കുള്ള വഴി ചെയ്യുകയാണ്. ഈ വഴിക്കാണ് ഉളുപ്പുണിക്ക് പോകുന്നത്. അപ്പൊ ഇത് ഉറുമ്പുള്ളു ഭാഗമാണ്. ഇതിന് താഴെ ഒരു വ്യൂ പോയിന്റിലോട്ട് പോകാനുള്ള വഴിയുള്ളൂ. ഡാം വ്യൂ പോയിന്റില്ലേ, അങ്ങോട്ടുള്ള വഴി ഇവിടുന്ന് താഴോട്ട് പോകുന്ന വഴി. ഇവിടുന്ന് താഴെ നേരെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോലെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നേരെ കണ്ട ഒരു ബോർഡൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങോട്ട് ആ വഴിക്കാണ്, ഈ വഴിക്കാണ് നമ്മൾ ഡാം വ്യൂ പോയിന്റ് ഒക്കെ കാണാൻ പോകുന്നത്. വണ്ടി എടുക്കുവോ? അവിടെ 4-വീലർ ജീപ്പ് കയറി പോകും. നല്ല കുത്തിറക്കോ അല്ലേ? ഇതെല്ലാം ആർക്കുളം പഞ്ചായത്തിൽ പെടുന്ന സ്ഥലങ്ങളാണ്. അല്ല, 5-ാം വാർഡ് കണ്ടോ, ആർക്കുളം ഗ്രാമപഞ്ചായത്ത്. ഇവിടെ നമ്മൾ കുറച്ചും കണ്ട തോട് ഇതിലൂടെയാണ് പോകുന്നത്. ഇനി കുഴപ്പമില്ല, ഇനി മൊത്തം നല്ല കോൺക്രീറ്റ് വഴിയാ. അപ്പൊ ഇതാണ് നമ്മുടെ മൂലമറ്റം കോട്ടമല്ലൂർ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. അപ്പൊ ഇടയ്ക്ക് കോൺക്രീറ്റ് കാണാം, പിന്നെ ഓഫ് റോഡ് കാണാം. ദൂരം മാത്രമല്ല കേട്ടോ ഓഫ് റോഡ് ഉള്ളത്, കൂടുതൽ ദൂരം ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ വഴിയെല്ലാം ഒന്നെങ്കിൽ ടാർ ചെയ്യോ അല്ല കോൺക്രീറ്റ് ഒക്കെ ചെയ്യാം. നമ്മുടെ പഞ്ചായത്തെല്ലാം കോൺക്രീറ്റാ. ഈ ഏലപ്പാറ പഞ്ചായത്താ. ഇത് ഏലപ്പാറ പഞ്ചായത്താ. ഈ ഓഫ് റോഡുകാര് അവര് വേണ്ടിട്ടേ നമ്മുടെ പഞ്ചായത്തല്ലേ. അവിടെ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ഉണ്ട്. അവിടെ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ഉണ്ട്. അതെയോ? അത്രമാത്രം കോൺക്രീറ്റ് ഉണ്ട്. ഇത് ഏലപ്പാറ പഞ്ചായത്ത് അല്ലേ? ഏലപ്പാറ അല്ലേ? ഓക്കെ. അപ്പം റോഡൊക്കെ ശരിയായി വരുമെന്നൊക്കെ പ്രതീക്ഷിക്കാം, അത്ര പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഈ വഴിക്കൊക്കെ എന്നും പോകുന്നവരെ വലിയ വെള്ളമാവും. ഒരു കുഴിയിൽ നിന്ന് മറ്റൊരു കുഴിയിലേക്ക്. ഇപ്പൊ ഈ ഉളുപ്പൂരിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറെ ഭാഗം ആർക്കുളം പഞ്ചായത്ത്, കുറെ ഭാഗം ഏലപ്പാറ പഞ്ചായത്ത്, അങ്ങനെ ഇടകലർന്ന് കിടക്കുന്ന സ്ഥലമായിട്ടോ ഈ ഉളുപ്പൂണി എന്ന് പറയുന്നത്. ഇതുണ്ടോ, മുഴുവൻ വെള്ളമാണ്. ഇതിലൂടെ യാത്ര ചെയ്യുന്നവരെ സമ്മതിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വാഗമൺ ടൗണിൽ നിന്ന് നമ്മൾ കോട്ടമലയൊക്കെ എത്തി. കോട്ടമലയിൽ നിന്ന് നമ്മൾ കുഴിയിലൂടെയൊക്കെ ചാടി നമ്മളങ്ങനെ ഉളുപ്പൂണിയിലെത്തിയേ. ഉളുപ്പൂണിയിൽ നമുക്ക് കുറേ തേയിലത്തോട്ടങ്ങളും ഒരുപാട് റിസോർട്ടുകളും കാണാവേ. ഈ ഉളുപ്പൂണിൽ നിന്നാണ് കപ്പക്കാരൻ ടണലിലോട്ട് പോകുന്നത് കേട്ടോ. കപ്പക്കാരൻ ടണലിൽ ഈ ഇടയ്ക്ക് വളരെ ഫേമസ് ആയിരുന്നു. നമ്മുടെ ലോക സിനിമയിൽ കത്തനാര് നീലി തിളയ്ക്കുന്ന ഒരു സീൻ ചിത്രീകരിച്ച് നമ്മുടെ കപ്പക്കാരൻ ടണലിലാണ്. ഈ കാണുന്ന വഴിയിലൂടെ, ആ പിക്കപ്പ് കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് കപ്പക്കാരൻ ടണലിലോട്ട് പോകേണ്ടത്. ഒരുപാട് സഞ്ചാരികൾ വരുന്ന സ്ഥലമാണ്. പക്ഷേ എന്നിട്ട് നമ്മളെ റോഡുകളിലൊക്കെ അവസ്ഥ കാണുമ്പോൾ വളരെ സങ്കടം തോന്നും. അപ്പോൾ ഈ റോഡെല്ലാം നന്നായിട്ട് ടാറൊക്കെ ചെയ്ത് മൂലമറ്റം കോട്ടമൽ റോഡൊക്കെ തെളിഞ്ഞു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരിക്കും മൂലമറ്റം കോട്ടമൽ റോഡ് ആശ്രമം മേമുട്ടം കവലയിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ടാർ ചെയ്യാനും അതുപോലെ ഇവിടെ ഉളുപ്പൂണിയിലും ഒരുപാട് ടാർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ കോട്ടമലയിൽ നിന്ന് കയറി വന്ന് ഉളുപ്പൂണി എത്തി. ഉളുപ്പൂണി നമ്മളിതേ ഈ വഴിക്കാണ്, നമ്മൾ പതിപ്പള്ളി മേമുട്ടം കൂടിയാണ് തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ അങ്ങോട്ടുള്ള വഴിയാണ് ഈ കാണുന്നത്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ കോട്ടമലയിലെ കാഴ്ചകൾ കണ്ടു, അതുപോലെ കോട്ടമല റോഡിലെ വിശേഷങ്ങൾ കണ്ടു. നമ്മുടെ മൂലമറ്റം കോട്ടമല റോഡിലെ പ്രശ്നങ്ങൾ, അവിടുത്തെ
റോഡിലെ കാഴ്ചകൾ കണ്ടു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.